ഇന്ത്യൻ വ്യവസായി ബി.ആർ. ഷെട്ടിയുടെ സ്ഥാപനം $1 വിറ്റുവെന്ന് റിപ്പോർട്ട്. യു.എ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഷെട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഫിനാബ്ലർ എന്ന സ്ഥാപനമാണ് ഇസ്രായേൽ കമ്പനിക്ക് വിറ്റതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ യു.എ കമ്പനികളുടെ കൺസോർഷ്യനാണ് ഫിനാബ്ലർ വാങ്ങുന്നത്. കഴിഞ്ഞ ഡിസംബറിലെ കണക്കുകൾ പ്രകാരം $200 കോടി ആസ്തിയുള്ള കമ്പനിയാണ് ഫിനാബ്ലർ. എന്നാൽ സാമ്പത്തിക തിരിമറിയെ തുടർന്ന് ബി.ആർ. ഷെട്ടി പ്രതിക്കൂട്ടിലായതോടെയാണ് അദ്ദേഹത്തിന്റെ കമ്പനികൾ പൊളിഞ്ഞത്. ഗ്ലോബൽ ഫിൻടെക് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് എന്ന കമ്പനിയാണ് ഫിനാബ്ലർ വാങ്ങുന്നത്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി എഹൂദ് ഓർമർട്ടിന്റെ പ്രിസം ഗ്രൂപ്പുമായി ബന്ധമുള്ള കമ്പനിയാണ് GFIH. ഫിനാബ്ലറിന്റെ എല്ലാ ഓഹരികളും ഈ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കമ്പനിയുടെ ബാധ്യതയും GFIH ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ. പ്രിസം ഗ്രൂപ്പും അബുദാബി റോയൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പും ഒരു കൺസോർഷ്യം രൂപീകരിച്ചിരിക്കുന്നു. അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ വൈസ് ചെയർമാൻ ഷെയ്ഖ് ഹസ്ത ബിൻ സായിദ് അൽ നഹ്യാനുമായി ബന്ധമുള്ള അബൂബക്കർ അൽ ഖൂരിയാണ് RSPയുടെ മേധാവി. $200 കോടി ആസ്തി ഉണ്ടായിരുന്ന ഫിനാബ്ലർ ഈ വർഷം ആദ്യത്തിലാണ് പ്രതിസന്ധിയിലായത്. $100 കോടി കമ്പനിക്ക് കടമുണ്ടെന്ന് ഏപ്രിലിലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേലുമായി യു.എ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ബന്ധം സ്ഥാപിച്ചത്. ഇതിനുശേഷം ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾ നടത്തുന്ന ആദ്യ സംയുക്ത ഇടപെടൽ കൂടിയാണ് ഇത്. യു.എയും ഇസ്രായേലും വ്യാപാര ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ സഹകരിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കോടികളുടെ തട്ടിപ്പ് നടത്തുന്നുവെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ബി.ആർ. ഷെട്ടി ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ യു.എയിൽ കേസുണ്ട്. അടുത്ത ബംഗളൂരു വിമാനത്താവളം വഴി യു.എയിലേക്ക് പോകാൻ ശ്രമിച്ച ഷെട്ടിയെ തടഞ്ഞുവെച്ചത് വാർത്തയായിരുന്നു. ഇന്ത്യയിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് ഷെട്ടി കടമെടുത്തതായി ബന്ധപ്പെട്ട കേസാണ് അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടാനുള്ള പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.